ഭയങ്കര ഈശ്വര ക്യാൻസർ കയറിയതാണല്ലോ. മോളെ ദിവ്യേ, ഒന്നും കൂടെ വന്നേ. അമ്മേ, എന്ത് പറ്റി അമ്മേ? മോളെ നമുക്ക് ഭയങ്കര നെഞ്ചുവേദന. നെഞ്ചുവേദനേ? അയ്യോ, ഹോസ്പിറ്റലിൽ പോയാലോ? ഹോസ്പിറ്റലിൽ പോണം മോനെ. ലക്ഷ്മിനെ ഒന്ന് വിളിച്ചേ, അവള് വിളിച്ചാ വരൂ. അയ്യോ അമ്മേ, വിളിക്കേ. ഹലോ ഹലോ, ലക്ഷ്മി ചേച്ചി, നെഞ്ചുവേദന എടുക്കണോ? ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം ചേച്ചി. അവിടെ നിന്ന് ഒരു വണ്ടി വിളിച്ചു വരുമോ? അയ്യോ മോളെ, ഇവിടെ കടയിൽ തിരക്കാണല്ലോ. മോളെ ഒരു കാര്യം ചെയ്യാം, സരസ്വതി ഒന്ന് വിളിക്കട്ടാ. ശരി ശരിയെങ്കിൽ. ശരി ചേച്ചി. എന്ത് പറഞ്ഞു? അത് ആ ചേച്ചിക്ക് കടയിൽ തിരക്കാണെന്ന്. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഞാൻ എന്ത് ചെയ്യാനാണ് ഈശ്വര? ഞാൻ സരസ്വതി വിളിച്ചേ. സഹിക്കാൻ പറ്റണില്ല. ഹലോ, സരസ്വതി ചേച്ചി ഞാനാണ്. അതെ, അമ്മക്ക് തീരെ വയ്യാന്ന്. നമുക്ക് നെഞ്ചുവേദന എടുക്കണം. ഞാൻ ഒറ്റക്കാണ് ചേച്ചി വീട്ടിലുള്ളത്. ഒന്ന് വരാവോ അമ്മനൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ട്? അയ്യോ മോളെ, ഞാനേ അമ്പലത്തിൽ പോണല്ലോ, എനിക്ക് വരാൻ പറ്റൂല മോളെ. ചേച്ചി ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടാക്കിട്ട് ചേച്ചി വേണം പോയിക്കോ. ഇല്ല, ഞാൻ ഇപ്പൊ ഇറങ്ങിയുള്ളൂ, വരാൻ പറ്റില്ല മോളെ. ശരിയേട്ടാ. അയ്യോ, എന്ത് പറഞ്ഞു? ചേച്ചി അമ്പലത്തിൽ പോ നിക്കണെന്ന്. എന്ത് ചെയ്യും? ഇപ്പൊ എന്താണ് ചെയ്യാ? മോളെ, നമ്മുടെ നൗഷാദില്ലേ, അവനൊന്ന് വിളിച്ചേ. അവന്റെ വണ്ടി ഉണ്ടല്ല. നൗഷാദൊക്കെ കാറുണ്ട്. പക്ഷെ അമ്മ കാറിൽ കയറൂ. അതൊന്നും കുഴപ്പമില്ല മോളെ. മോളെ വിളിക്കും, സഹിക്കാൻ പറ്റണില്ല. അല്ല, അമ്മ കാറിൽ കയറി കഴിഞ്ഞാല് നമ്മുടെ തറവാടിന്റെ പാരമ്പര്യം പോകൂലേ മോളെ? ഞാനിപ്പോ ചത്തുവോ മോളെ? ഇനി പാരമ്പര്യം ഒന്നും നോക്കണ്ട. അവരെ വിളിക്കുമോനെ? ഞാൻ പോയി വിളിച്ചോണ്ട് വരട്ടെ? ദൈവമേ. ഇത്ര ഉള്ളൂ നമ്മൾ മനുഷ്യന്റെ കാര്യം. ഒരസുഖം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരാപത്ത് വന്നാൽ തീരും നമ്മുടെ എല്ലാം ഈ അയിത്തം. സത്യം പറഞ്ഞാൽ ഇപ്പോഴും നമുക്കിടയിൽ ഇങ്ങനെ ചിന്തിക്കുന്നവരുണ്ടെന്നറിയുമ്പോൾ വല്ലാത്തൊരു വിഷമമുണ്ടാ തോന്നുന്നത്. ഇനിയെങ്കിലും ഇവർക്കൊക്കെ ഒരു മാറ്റം ഉണ്ടാവട്ടെ. ഇവരൊക്കെ മനസ്സിലാക്കട്ടെ, മതങ്ങളെക്കാൾ വലുത് മനുഷ്യരാണെന്ന്.